ഹലോ നീറ്റ് ആസ്പിറൻസ്. എടാ നമ്മളെ നീറ്റ് 2025 എക്സാമിനേഷന് ബയോളജിയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഈ ക്വസ്റ്റ്യൻ നമുക്കറിയാം, ഇത് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ ചാപ്റ്റർ എന്നല്ലേ. എന്താണെടാ ക്വസ്റ്റ്യൻ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. കാർഡിയാക് ആക്ടിവിറ്റീസ് ഓഫ് ഹാർട്ട്സ് ആർ റെഗുലേറ്റഡ് ബൈ. ഹാർട്ടിന്റെ റെഗുലേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഹാർട്ട് ഈസ് മെയിൻലി റെഗുലേറ്റഡ് ബൈ ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം തന്നെയാണല്ലേ. സോ ഹാർട്ട് മയോജനിക് ആണ്. ഹാർട്ടിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഇമ്പൾസ് ബ്രെയിനിൽ വരേണ്ട ആവശ്യമുണ്ടോ? ഹാർട്ട് ഇറ്റ്സെൽഫ് അല്ല അവർ ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആരാണത്? പേസ് മേക്കർ ഓഫ് ഹാർട്ട്, SA നോഡല്ലേ, സൈനോഏട്രിയൽ നോഡല്ലേ. സോ നോഡൽ ടിഷ്യൂ ഹാർട്ടിന്റെ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്ന ആളല്ലേ. സോ ഇത് കറക്റ്റ് ആണ്. അയാൾ എന്തായാലും ഓപ്ഷനിൽ നമുക്ക് കൊടുക്കേണ്ടി വരും. എ സ്പെഷ്യൽ ന്യൂറൽ സെന്റർ ഇൻ മെഡുല ഒബ്ലോങ്കേറ്റ. ശരിയല്ലേടാ? റെസ്പിറേറ്ററി സെന്ററും കാർഡിയോവാസ്കുലർ റിഫ്ലക്സ് സെന്ററും ഗ്യാസ്ട്രിക് സെന്ററും ഒക്കെ ഏതാണ്? മെഡുല ഒബ്ലോങ്കേറ്റ അല്ലേ. സോ അതും ആൻസറിൽ വരും. അതുപോലെ ആൽഡോസ്റ്റിറോൺ ആണോ? അല്ല, അഡ്രിനാലിൻ. ദാറ്റ് ഈസ് അഡ്രിനൽ മെഡുലറി ഹോർമോൺസ്. ഇവിടെ ഉദ്ദേശിച്ചത് അഡ്രിനാലിനല്ലേ അല്ലേ? അഡ്രിനാലിനല്ലേ? അഡ്രിനാലിനൊക്കെ മെയിൻ ആയിട്ട് എന്താണ് അല്ലെ? അഡ്രിനൽ മെഡുലറി ഹോർമോൺസ് അല്ലേടാ. അവരും ഹാർട്ടിന്റെ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യാറുണ്ട്, അവിടെ കോൺട്രാക്ഷൻ ചെയ്യാറുണ്ട് അല്ലെ, കാർഡിയാക് ഔട്ട്പുട്ട് കൂട്ടാറുണ്ട്. സോ അത് നമുക്ക് ഓപ്ഷനിൽ കൊടുക്കാൻ പറ്റും. കോർട്ടിക്കൽ ഹോർമോൺസ് ഉണ്ടോ? ഇല്ല. അതായത് ഗ്ലൂക്കോകോർട്ടിക്കോഡ്, മിനറലോകോർട്ടിക്കോഡ് ഒക്കെ ഉണ്ടോ? കോർട്ടിസോളും ആൽഡോസ്റ്റിറോണും സെക്സ് ഓർഗനാഡോകോർട്ടിക്കോഡ് ഒക്കെ അല്ലേ. അത് നമുക്ക് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ എയും ബിയും സിയും അല്ലേ കാർഡിയാക് ആക്ടിവിറ്റി റിലേറ്റഡ് ഉള്ളത്. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലോ. ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേടാ? സോ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ട് കാണാം. ഓക്കെ.